വർക്കല മേഖലയിൽ രണ്ടിടങ്ങളിൽ നിന്നായി MDMA പിടിച്ചെടുത്തു. പള്ളിക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തുമ്പോട് പഴുവടിവിളയിൽ വീട്ടിൽ അജിത് ഐരൂർ, പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഊന്നിമൂട് രമ്യാഭവനിൽ സായ് കുമാർ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ശാലിനി ഒപ്പുചേരുന്നു. ശാലിനി, എന്താണ് വിവരങ്ങൾ? പോലീസിന്റെയും ഒപ്പം തന്നെ എക്സൈസിന്റെയും ഓപ്പറേഷൻ ഡി ഹണ്ട് അടക്കമുള്ള ലഹരി പരിശോധന തുടരുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വിനോദസഞ്ചാരികൾ തലസ്ഥാന ജില്ലയിൽ ഏറ്റവും കൂടുതൽ വരുന്ന വർക്കല മേഖലയിൽ പരിശോധന വ്യാപകമാക്കിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടുപേരെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുള്ളത്. ഒന്ന് MDMA ആണ് ഇതിൽ നിന്നും പിടിച്ചെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് എക്സൈസും പോലീസും വ്യക്തമാക്കുന്നത്. പള്ളിക്കൽ സ്റ്റേഷൻ പരിധിയിൽ തുമ്പോട് പഴുവടി വിളയിൽ വീട്ടിൽ അജിത്തിനെയും ഒപ്പം തന്നെ ഐരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഊന്നിമൂട് രമ്യാഭവനിൽ സായ് കുമാർ എന്നിവരെയാണ് പോലീസ് പിടികൂടിയിട്ടുള്ളത്. അജിത്തിനെ വീടിന് സമീപത്ത് വെച്ചും ഒപ്പം തന്നെ സായ് കുമാറിനെ കൊല്ലം ജില്ലയിലെ ഭൂതക്കുളം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നുമാണ് പിടികൂടിയിട്ടുള്ളത്. അജിത്തിന്റെ ഭാഗത്ത് നിന്ന് 1 ഗ്രാം MDMA സാൻഡാഫ് സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. ഡാൻസാഫ് സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. കൂടാതെ സായ് കുമാറിനെ കൊല്ലത്ത് നിന്നും പിടികൂടുമ്പോൾ ഇയാളുടെ കയ്യിലും 1 ഗ്രാം MDMA ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് സ്ഥിരീകരിക്കുന്നത്. പ്രതികളെ ഇരുവരെയും രണ്ട് പേരെയും പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. ഒപ്പം തന്നെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. മറ്റ് അന്വേഷണങ്ങൾക്കായി പോലീസും എക്സൈസും ഏകോപിച്ച പ്രവർത്തനങ്ങൾ വ്യാപകമാക്കിയിട്ടുമുണ്ട്. എന്നാലും തലസ്ഥാന ജില്ലയിലടക്കം ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായിട്ടുള്ള പരിശോധനകൾ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ 200-ലധികം കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിന് തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ വർക്കലയിൽ നിന്ന് MDMA ഉപയോഗിക്കുകയും അത് കടത്തുകയും ചെയ്ത രണ്ടുപേരെ പോലീസ് പിടികൂടിയിട്ടുള്ളത്. വർക്കല മേഖലയിൽ രണ്ടിടങ്ങളിൽ നിന്നായി MDMA പിടിച്ചെടുത്തു. വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് ശാലിനി.